ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരവും പ്രശാന്തവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഭാഗ്യമൊരുക്കി തന്നല്ലോ. അനേകം പേർ വേദനയിലും നടുവീർപ്പിലും കഷ്ടതയിലും കണ്ണുനീരിലുമായിരിക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും ദൈവത്തിൻ്റെ മുഖം കണ്ടുണരുവാനും നമുക്ക് ലഭിച്ച ഭാഗ്യത്തിന് നന്ദി പറയാം. യോഹന്നാന്റെ സുവിശേഷം 14:18 ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം, നമ്മെ അനാഥരായി വിടുകയില്ല എന്ന് വാക്കു പറഞ്ഞ വിശ്വസ്തനായ ദൈവം, അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും കരുണയും വസ്ത്രവും നൽകുന്നു. ആവർത്തന പുസ്തകം 10:18 കാണുന്നു: യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. ഈ ലോകത്തിലുള്ളവരെ പ്രതിഫലം മോഹിച്ച് നിർവ്യാജ സ്നേഹം കാണിക്കുമ്പോൾ ഉറ്റയവരും ഉടയവരും എല്ലാം കൈവിടുമ്പോഴും മാറ്റി നിർത്താത്ത, അനാഥരായി വിടാത്ത ദൈവം ഈ പ്രഭാതത്തിലും നമ്മെ സ്നേഹിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ പ്രഭാതത്തിലും നമുക്ക് ഉണരുവാൻ കഴിഞ്ഞത്. നമ്മെ അനാഥരായി വിടുന്നു, നമ്മെ അനാഥരായി പോയി എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒന്നോർക്കാം, നമ്മെ അനാഥരായി വിടാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ മാറോട് ചേർക്കുന്ന ദൈവമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.